everyone. Today we are going to learn Bus Ki Yatra, which is chapter 2 of class 8. സോ ബസ് കി യാത്ര ഈ കഥയിൽ ഒരു വ്യക്തി ആദ്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന അനുഭവങ്ങളാണ് പറയുന്നത്. അവൻ ബസ്സിൽ കയറി, സീറ്റ് കിട്ടുന്നില്ല, ഒരു ചെറിയ അവൻ്റെ ഒരു കലിപ്പും പാസഞ്ചേഴ്സിൻ്റെ സൗണ്ടും കണ്ടക്ടറിൻ്റെ സ്റ്റൈലും എല്ലാം അവൻ വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ വിവരിക്കുന്നത്. സോ ഈ യാത്ര അവന് വേണ്ടി വളരെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അവനിത് മറക്കാൻ പറ്റുന്നില്ല. സോ അതിനെക്കുറിച്ചൊരു കഥയാണ് ഈ ബസ് കി യാത്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. हम 5 मित्रों ने तय किया कि शाम 4 बजे की बस से चले. സോ റൈറ്ററിൻ്റെ 5 ഫ്രണ്ട്സും കൂടെ ഡിസൈഡ് ചെയ്തു ദാറ്റ് ഈവനിങ് 4 മണിക്കത്തെ ബസ്സിന് അവർ പോകും. पन्ना से इसी कंपनी की बस सतना के लिए घंटे भर बाद मिलती है जो जबलपुर की ट्रेन मिला देती है. ഓക്കെ, ഈ ലൈൻ ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് തോന്നും, ബട്ട് ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതിൻ്റെ മീനിങ് ആണ് ദാറ്റ് പന്ന എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ആണ്. പന്ന സെ ഇസി കമ്പനി കി ബസ് സത്ന കെ ലിയെ ഘണ്ടെ ഭർ ബാദ് മിൽത്തി ഹെ, വിച്ച് മീൻസ് ദാറ്റ് പന്ന ഒരു പ്ലേസ് ആണ്, ഈ സത്ന ഒരു പ്ലേസ് ആണ്. ഓക്കെ, സോ പന്നായിന്ന് സത്ന വരെ ഈ സെയിം കമ്പനിയുടെ ബസ് കിട്ടും 1 മണിക്കൂർ കഴിയുമ്പോൾ. ഓക്കെ, ബർബാദ് മിൽത്തി ഹെ ജോ ജബൽപൂർ കി ട്രെയിൻ മിലാ ദേത്തി ഹെ. അത് കഴിഞ്ഞ് സത്ന വരെ എത്തി ബസ്സിൽ, അത് കഴിഞ്ഞിട്ട് സത്നായിൽ നിന്ന് ജബൽപൂർ വരെ പോകാൻ ട്രെയിൻ എടുക്കേണ്ടി വരും. ജോ ജബൽപൂർ കി ട്രെയിൻ മിലാ ദേത്തി ഹെ, വിച്ച് മീൻസ് ഇറ്റ്സ് വെരി സിമ്പിൾ. ഞാൻ നിങ്ങളോട് പറയാം. സോ പന്ന കഴിഞ്ഞ് പന്നായിൽ നിന്ന് സത്ന വരെ നമുക്ക് ബസ്സിൽ പോകാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സത്നായിൽ നിന്ന് ജബൽപൂർ വരെ പോകണമെങ്കിൽ എങ്ങനെ ട്രെയിൻ പിടിക്കണം. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. പന്നായിൽ നിന്ന് സത്ന വരെ നമുക്ക് ബസ്സിൽ പോകാം. ഈ ബസ് 1 മണിക്കൂർ കഴിഞ്ഞ് വരും. ആൻഡ് ദെൻ സത്നായിൽ നിന്ന് ജബൽപൂർ വരെ പോകാൻ നമുക്ക് ട്രെയിൻ പിടിക്കേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്. സോ റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ഫസ്റ്റ് പന്നായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിൽ ജബൽപൂർ വരെ എത്തണമായിരുന്നു ശരിക്കും. ഓക്കെ, സോ ദേ ചൂസ് ദിസ് വേ ദാറ്റ് പേഴ്സൺ. അവർ ബസ് ബോർഡ് ചെയ്യും, ബിക്കോസ് ബസ് അവർ ഒരിക്കലും ബസ്സിൽ പോയിട്ടില്ലായിരുന്നു. സോ ദേ തോട്ട് ബസ്സിൽ നമുക്ക് പന്ന ടു സത്ന പോയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എടുക്കാം, എന്നിട്ട് സത്നായിൽ നിന്ന് തിരിച്ച് ജബൽപൂരിലേക്ക് ട്രെയിൻ എടുക്കാം. ആൻഡ് ദെൻ ദേ ആർ സെയിങ് ദാറ്റ് സുബഹ ഘർ പहुंच जाएंगे, വിച്ച് മീൻസ് രാവിലെ വരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തും. से 2 को सुबह काम पर हाजिर होना था, इसलिए वापसी का यही रास्ता अपनाना ज़रूरी था. സോ ഇവർ 5 പേര് പോകുമായിരുന്നു ഈ ബസ് യാത്രയ്ക്ക്, ബട്ട് അതിൽ നിന്ന് 2 പേർക്ക് രാവിലെ വർക്കിന് എത്തണമായിരുന്നു. സോ ദാറ്റ്സ് വൈ രാവിലെ വരെ വീട്ടിലെത്തുക എന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ദാറ്റ്സ് വൈ അവർ ട്രെയിൻ ബോർഡ് ചെയ്യും ആൻഡ് ഇങ്ങനെ പോകുമെന്ന് അവർ ഡിസൈഡ് ചെയ്തു. ദാറ്റ് പന്ന ടു സത്ന ദേ വിൽ ഗോ ബൈ ബസ് ആൻഡ് ദെൻ ബസ്സിൽ നിന്ന് ട്രെയിൻ പിടിക്കും. അങ്ങനെ അവർ ഡിസൈഡ് ചെയ്തു, സോ ദാറ്റ് അവർ രാവിലെ വരെ വീട്ടിലെത്തും. ആൻഡ് ദെൻ लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस की सफ़र नहीं करते. എന്നിട്ട് അവർ പോകുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ആരോടെങ്കിലും ഒക്കെ ചോദിക്കത്തില്ലേ, അങ്ങനെ പോയാൽ എങ്ങനെ ആയിരിക്കും, ലൈക്ക് അവരുടെ സജഷനൊക്കെ നമ്മൾ ചോദിക്കും. സോ അങ്ങനെ തന്നെ റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കും അവരുടെ നെയ്ബേഴ്സിനോടൊക്കെ. സോ അവർ പറഞ്ഞു ദാറ്റ് ഈ വൈകിട്ടത്തെ ഈവനിങ് ബസ്സിൽ പോകുന്ന ഒരു വെരി ഇൻ്റലിജൻറ്റ് ഡിസിഷൻ അല്ല. ആരും കൂടുതലും എല്ലാവരും ഈവനിങ് ബസ് അവോയ്ഡ് ചെയ്യാറുണ്ട്. क्या रास्ते में डाकू मिलते हैं? नहीं, बस डाकू. സോ റൈറ്റർ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞില്ലേ ദാറ്റ് ഈ ബസ് എല്ലാവരും ഈവനിങ് ബസ് എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ റൈറ്റർ ചോദിച്ചു ക്യാ രാസ്തേ ഡാക്കു മിൽത്തേ ഹേ, അതെന്താ നമ്മൾ ബസ്സിൽ പോയാൽ വഴിയിൽ എവിടെയെങ്കിലും കള്ളന്മാരുണ്ടോ? സോ അവർ പറഞ്ഞു ഈ ഡാക്കുവിൻ്റെ മീനിങ് ആണ് കള്ളന്മാരുണ്ടോ എന്ന് ചോദിച്ചു. സോ അവർ പറഞ്ഞു ഇല്ല, കള്ളന്മാരില്ല. നഹി, ബസ് ഡാക്കിൻ ഹേ. ഡാക്കിൻ മീൻസ് ബസ്സിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം, ഏറ്റവും വലിയ കഷ്ടം. ഈ ഈവനിങ് ബസ്സിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കഷ്ടം. ഡാക്കിൻ മീൻസ് പ്രോബ്ലം. സോ രാസ്തേ ഡാക്കു മിൽത്തേ ഹേ എന്ന് ചോദിച്ചപ്പം ആൾക്കാർ പറഞ്ഞു നഹി, ഈ ബസ്സിൽ പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഓക്കെ, ബസ് को देखा तो श्रद्धा उमड़ पड़ी, खूब വയോവൃദ്ധി थी. സോ ദിസ് മീൻസ് ദാറ്റ് റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ബസ് കണ്ടു. സോ ബസ് കോ ദേഖ മീൻസ് ബസ് കണ്ടപ്പോൾ ശ്രദ്ധ ഉമഡ് പടി മീൻസ് ബസ് കണ്ടപ്പോൾ അവർക്കൊരു വിശ്വാസവും സന്തോഷവും ഉണ്ടായി. ഖൂബ് വയോവൃദ്ധി थी. വയോവൃദ്ധി മീൻസ് ബസ് പക്ഷേ കുറേ ഓൾഡ് ആയിരുന്നു, മീൻസ് ഓൾഡ് ബസ്സായിരുന്നു. ഓക്കെ, വയോവൃദ്ധ മീൻസ് വെരി ഓൾഡ് ആയിരുന്നു ആ ബസ്. സോ ബസ്സിനെ കണ്ടപ്പോൾ വിശ്വാസവും സന്തോഷവും ഉണ്ടായി, ബട്ട് ബസ് കുറേ ഓൾഡ് ആയിരുന്നു. सदियों के अनुभव के निशान लिए हुए थी. लोग इसलिए इससे सफ़र नहीं करना चाहते कि वृद्धावस्था में इसे कष्ट होगा. സോ സദിയോ കെ അനുഭവ് കെ നിഷാൻ ലിയേ ഹുവേ ഥി, വിച്ച് മീൻസ് ദാറ്റ് ഈ ബസ് കാണുമ്പം വളരെ പഴയതാണെന്നല്ലേ നമുക്ക് തോന്നുന്നത്. ബിക്കോസ്
സദിയോ കെ അനുഭവ് നിഷാൻ ലിയേ ഹുए थे വിച്ച് മീൻസ് ദാറ്റ് കുറേ പഴയ ബസ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ അതിൽ കുറേ മാർക്സും മീൻസ് അത് ഇടിച്ചതും ചളങ്ങിയതുമായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ബസ്സും സെയിം അങ്ങനത്തെ കണ്ടീഷനിലായിരുന്നു. ഈ ബസ് വളരെ പഴയതായിരുന്നു. ദാറ്റ്സ് വൈ ഇതിൽ കുറേ ചളുക്കവും മീൻസ് കുറേ പഴയതായ കണ്ടീഷനിലായിരുന്നു ഇത്. ദാറ്റ്സ് വൈ ഇതിൽ ആർക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. ലോക് ഇസ്ലിയെ ഇസ്സെ സഫർ കർണ നഹി ചാത്തെ थे. ദാറ്റ്സ് വൈ ആൾക്കാർക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു ഈ ഈവനിങ് ബസ്സിൽ. ബിക്കോസ് ആൾക്കാർ ഓർക്കുമായിരുന്നു ദാറ്റ് വൃദ്ധാവസ്ഥ ഇസേ കഷ്ട ഹോഗ, ദാറ്റ് ഇത് ഇത്രയും പഴയതായി, ഇതിന് ഇത്രയും വയസ്സായി. സോ ഇത്രയും വയസ്സായാൽ ഇത് ഓടിയാൽ ഇതിന് കുറേ കഷ്ടം മീൻസ് ഒത്തിരി പ്രോബ്ലം നമ്മളെയും കൊണ്ട് അനുഭവിക്കേണ്ടി വരും. ദാറ്റ്സ് വൈ പീപ്പിൾ ഈ ബസ് ഈവനിങ് ബസ് അവോയ്ഡ് ചെയ്യുമായിരുന്നു. यह बस पूजा के योग्य थी, उस पर सवार कैसे हुआ जा सकता है. സോ ആൾക്കാർ പറയുമായിരുന്നു ദാറ്റ് ഈ ബസ് ഇത്രയും ഓൾഡായി ദാറ്റ് ഇതിൽ ജസ്റ്റ് നമുക്ക് ഇതിനെ പൂജിക്കാം. ദാറ്റ് ഇത് പൂജാക്കെ യോഗ്യ മീൻസ് പൂജിക്കാൻ വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉസ് പർ സവാർ कैसे हुआ जा सकता है മീൻസ് എന്തെങ്കിലും ആരെങ്കിലും ഒത്തിരി ഓൾഡ് ആണെങ്കിൽ നമ്മൾ അവരെ ഇച്ചിരി റെസ്പെക്റ്റ് കൊടുത്താണ് അവരോട് ബിഹേവ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ആൾക്കാരും ഈ ബസ്സിന് കുറേ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടായിരുന്നു പറയുന്നത് ദാറ്റ് ഈ ബസ്സിൻ്റെ കണ്ടീഷനിൽ നമുക്കിതിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. വി കൻ ജസ്റ്റ് പ്രേ ഫോർ ഇറ്റ് ഓർ പ്രേ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്, പൂജ ചെയ്യാം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. बस कंपनी के एक हिस्सेदार भी उसी बस से जा रहे थे. സോ ദിസ് മീൻസ് ദാറ്റ് ബസ് കമ്പനി, ആ ബസ്സിൻ്റെ കമ്പനിയുടെ ഏക് ഹിസ്സേദാർ മീൻസ് ഒരു വർക്കറും ആ ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്യുമായിരുന്നു. हमने उनसे पूछा यह बस चलती भी है. वह बोला चलती क्यों नहीं है जी, अभी चलेगा. സോ റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ആ വർക്കറിനോട് ചോദിച്ചു ഈ ബസ് ഓടാറ് പോലും ഉണ്ടോ, ഈ ബസ്സിന് ഓടാൻ പറ്റുമോ. യഹ് ബസ് ചൽത്തി ബി ഹെ വിച്ച് മീൻസ് ഈ ബസ് ഓടാറുണ്ടോ. വഹ് ബോല, അവർ പറഞ്ഞു, ആ വർക്കർ പറഞ്ഞു ചൽത്തി ക്യൂ നഹീ ഹെ ജി, എന്തുകൊണ്ട് ഓടത്തില്ല. അഭി ചലേഗ, ഇപ്പോൾ ഓടാൻ തുടങ്ങും. हमने कहा वही तो हम देखना चाहते हैं, अपने आप चलती है यह. हाँ जी, और कैसे चलेगी. സോ ഇപ്പോൾ ഓടുമെന്ന് കേട്ടപ്പോൾ റൈറ്ററിൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു ദാറ്റ് അത് തന്നെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്, ഇത് ഓടുവോ ഇല്ലയോ എന്ന്. മീൻസ് വഹി തോ ഹം ദേഖ്നാ ചാത്തെ ഹെ, അപ്നെ ആപ്പ് ചൽത്തി ഹെ എന്ന് വെച്ചാൽ ഇത് തന്നെ ഓടുവോ. ഹാ ജി ഓർ कैसे चलेगी. സോ ആ വർക്കർ പറഞ്ഞു തന്നെ ഓടും, അല്ലാതെ എങ്ങനെ ഓടും. സോ റൈറ്ററിൻ്റെ മീനിങ് ഉദ്ദേശിച്ച ഇതായിരുന്നു ദാറ്റ് ഇത് ഇത്രയും ഓൾഡ് ബസ്സാണ്, സോ ഇതിനെ തള്ളി ഓടിക്കണോ അതോ ഇത് തന്നെ ഓടിക്കോളൂ, അങ്ങനെയായിരുന്നു റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ഉദ്ദേശിച്ചത്. गज़ब हो गया, ऐसी बस अपने आप चलती है. हम आगा पीछा करने लगे. डॉक्टर मित्र ने कहा डरो मत, चलो, बस अनुभवी है. സോ അത് കേട്ടിട്ട് റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ദാറ്റ് ഗസബ് ഹോ ഗയ മീൻസ് എന്തൊരു വലിയ കാര്യമാണ് ദാറ്റ് ഇങ്ങനത്തെ കണ്ടീഷൻ എസി ബസ്, ദാറ്റ് ഇങ്ങനത്തെ കണ്ടീഷനിൽ ബസ്സും തന്നെത്താൻ ഓടും. അത് കേട്ടിട്ട് അവരൊത്തിരി സർപ്രൈസ് ആയിപ്പോയി. ഹം ആഗാ പീछा करने लगे മീൻസ് അവർ കുറച്ച് സെറ്റിലാകാൻ നോക്കി. ഇങ്ങനെ നമ്മൾ ഇച്ചിരി സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മൾ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ നടക്കാനൊക്കെ തുടങ്ങത്തില്ല, അങ്ങനെ അവർ ഇച്ചിരി ആഗാ പീച്ച മീൻസ് മുന്നോട്ടും പുറകോട്ടും ഒന്ന് നോക്കാനും പോകാനും ഒക്കെ തുടങ്ങി. ഡോക്ടർ മിത്രനെ കഹ, അവിടെ ആ ബസ്സിൽ ഒരു ഡോക്ടറും കൂടെ ഉണ്ടായിരുന്നു. മീൻസ് സോ ആ ഡോക്ടർ പറഞ്ഞു ദാറ്റ് ഡറോ മത്, പേടിക്കേണ്ട കാര്യമില്ല, ചലോ മീൻസ് വാ നിങ്ങൾ പേടിക്കേണ്ട, ബസ് അനുഭവി ഹെ. അനുഭവി മീൻസ് എക്സ്പീരിയൻസ്ഡ്, ദാറ്റ് നിങ്ങൾ പേടിക്കേണ്ട, ഈ ബസ് കുറേ എക്സ്പീരിയൻസ്ഡാണ്, ഇതിലൊന്നും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല, നമ്മൾ സേഫായിട്ട് അവിടെ എത്തും, അങ്ങനെ പറഞ്ഞു. നई നവേലി ബസ്സോ സെ ज़्यादा വിശ്വാസനീയ ഹെ. സോ ആ ഡോക്ടർ പിന്നെ പറഞ്ഞു ദാറ്റ് ഈ പുതിയ ന്യൂ ബസ്സസ് മാനുഫാക്ചർ ആയിട്ട് വരുന്നില്ല, അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ബസ്. സോ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ഇത് നമുക്കിതിൽ കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാം. ഹമേ ബേട്ടോ കി തര പ്യാർ സെ ഗോദ് മേ ലേക്കർ ചലേഗി, വിച്ച് മീൻസ് ദാറ്റ് ഈ ബസ് ഒത്തിരി ഓൾഡാണ്, പഴയതാണ്, എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് ഹമേ ബേട്ടോ കി തര വിച്ച് മീൻസ് ദാറ്റ് നമ്മളെ ആ ബസ്സിൻ്റെ മക്കളെ പോലെ പ്യാർ സെ മീൻസ് വിത്ത് ലവ് ഗോദ് മേ ലേക്കർ ചലേഗി, മടിയിലിരുത്തി കൊണ്ടുവന്ന പോലെ നമ്മളെ നമ്മുടെ ഡെസ്റ്റിനേഷൻ വരെ എത്തും. ഹമേ ബേട്ടോ കി തര, ആ ബസ്സിൻ്റെ മക്കളെ പോലെ ബസ്സിൻ്റെ മടിയിലിരുത്തി നമ്മളെ ഡെസ്റ്റിനേഷൻ വരെ എത്തിക്കും ഈ ബസ് എന്ന് ഡോക്ടർ പറഞ്ഞു. ഹം बैठ गए. जो छोड़ने आए थे वे इस तरह देख रहे थे जैसे अंतिम विदा दे रहे हैं. उनकी आंखें कह रही थी आना जाना तो लगा ही रहता है. സോ ഹം ബാറ്റ് ഗയ മീൻസ് ഞങ്ങൾ സീറ്റിൽ കയറി ഇരുന്നു. ജോ ചോടനെ ആയതേ മീൻസ് ബസ്സിൽ റൈറ്ററിൻ്റെ ഫ്രണ്ട്സിനെയും വിടാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നായിരുന്നു. വേ ഇസ് തര ദേഖ് രഹേ थे, അവർ സെൻഡ് ഓഫ് ചെയ്യാൻ വന്നവർ ഇങ്ങനെയായിരുന്നു റൈറ്ററിൻ്റെ ഫ്രണ്ട്സിനെയും നോക്കി നിൽക്കുമായിരുന്നു അവർ. ജെസെ അന്തിം വിദാ ദേ രഹേ ഹോ, ജെസെ മീൻസ് അവരിങ്ങനെ നോക്കി നിന്നു ആസ് ഇഫ് ഇത് കഴിഞ്ഞിട്ട് റൈറ്ററിൻ്റെ ഫ്രണ്ട്സും തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊരു വിശ്വാസമില്ല, അങ്ങനെയായിരുന്നു അവർ നോക്കി നിന്നത്. ലൈക്ക് ഫൈനൽ ഗുഡ് ബൈ പറയുന്ന പോലെ ആയിരുന്നു അവർ നോക്കി നിന്നത്. ഉൻകി ആഖേ കഹ രഹി ഥി ആനാ ജാനാ തോ ലഗാ ഹി രഹതാ ഹെ, വിച്ച് മീൻസ് അവരുടെ കണ്ണുകൾ പറയുമായിരുന്നു ദാറ്റ് ആൾക്കാർ വരും പോകും അങ്ങനെയൊക്കെയാണ്, അതാണ് ജീവിതം. വിച്ച് മീൻസ് അവർ ഷുവർ അല്ലായിരുന്നു ദാറ്റ് ഈ ബസ്സിൽ ട്രാവൽ ചെയ്താൽ പിന്നെ ആൾക്കാർ സേഫായിട്ട് തിരിച്ചു വരുമോ വീട്ടിൽ എന്ന്. സോ ദാറ്റ്സ് വൈ
അവർ അങ്ങനെ നോക്കി നിന്നു. आया है जो जाएगा राजा रंग फ़कीर आदमी की कूच करने के लिए एक निमित्त चाहिए. സോ ഈ ലൈൻസും അവർ സെൻഡ് ഓഫ് ചെയ്യാൻ വന്നവർ തന്നെ പറഞ്ഞാണ് ദാറ്റ് ആയ ഹേ സോ ജായക രാജ റംഗ് ഫക്കീർ, വിച്ച് മീൻസ് ദാറ്റ് വന്നവർ പോകും, വിച്ച് മീൻസ് ദാറ്റ് നമ്മൾ ഈ ലോകത്ത് വന്നതാണെങ്കിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് പോവുകയും ചെയ്യും. ഈവൻ രാജ ആയാലും അതോ ചുമ്മാ അവിടുത്തെ ഒരു പണിക്കാരനായാലും, മീൻസ് രാജ ആയാലും അതോ ഒരു കോമൺ പേഴ്സൺ ആയാലും വന്നിട്ടുണ്ട് ഈ ലോകത്ത്. സോ അവർ പോവുകയും ചെയ്യും ഈ ലോകത്തുനിന്ന്. ആദ്മി കോ കുച്ച് കർണേ കെ ലിയെ ഏക് നിമിത്ത് ചാഹിയെ, വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ഏത് കാര്യം ചെയ്യാനും നമുക്കൊരു റീസൺ വേണം. ഓക്കെ, സോ അവിടെ നിന്നവർ ട്രൈ ചെയ്യുമായിരുന്നു, അവരെ സെൻഡ് ഓഫ് ചെയ്യാൻ വന്നവർ ട്രൈ ചെയ്യുമായിരുന്നു ദാറ്റ് ഈ ബസ്സിൽ പോയാൽ അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അവർക്ക് അറിയത്തില്ല. സോ ദേ വർ ട്രൈങ് ടു ടേക്ക് ഇറ്റ് ലൈറ്റ്ലി, ദാറ്റ് എന്തെങ്കിലും പറ്റിയാലും ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് രാജ ആയാലും അത് കോമൺ പേഴ്സൺ ആയാലും രാജാവായാലും കോമൺ പേഴ്സൺ ആയാലും അവർ ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകേണ്ടി വരും. ദർ ഇസ് നോ ഗോയിങ് ബാക്ക്. സോ ദാറ്റ്സ് വൈ അവരിങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടി ट्राई ചെയ്യുമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, इंजन सचमुच स्टार्ट हो गया, ऐसा जैसे सारी बस की इंजन है और हम इंजन के भीतर बैठे हैं. സോ എൻജിൻ സത്യത്തിലും സ്റ്റാർട്ടായി. ഓക്കെ, ആസാ ജैसे സാരി ബസ് ഈ എൻജിൻ ഹോ. സോ ആ ബസ് ഇത്രയും ഓൾഡായിരുന്നു, ആ എൻജിൻ സ്റ്റാർട്ടായതേ എല്ലാവർക്കും തോന്നി ദാറ്റ് അവർ എൻജിൻ്റെ അകത്തിരിക്കുക. അത്രയും സൗണ്ടും അത്രയും ഒരു ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് വൈ. അതർവൈസ് എൻജിൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു നല്ല വണ്ടിയാണെങ്കിൽ നമുക്കത് ഫീൽ ആകത്തില്ല. ബട്ട് ഈ ബസ് ഇത്രയും ഓൾഡായിരുന്നു, ദാറ്റ് എൻജിൻ സ്റ്റാർട്ടായി ബട്ട് എല്ലാവർക്കും തോന്നി ദാറ്റ് അവർ എൻജിൻ്റെ അകത്തിരിക്കുക അങ്ങനെ. ഓക്കെ, और हम इंजन के भीतर बैठे हैं, और हम इंजन के भीतर बैठे हैं. भीतर मीन्स इनसाइड, എൻജിൻ്റെ ഇൻസൈഡ് ഇരിക്കുക എന്ന പോലെയാണ് അവർക്ക് ഫീൽ ആയത്. कांच बहुत कम बची थी, जो बचे थे उनसे हमें बचना था. ओके वेट अ सेकेंड, बचना था. हम फ़ौरन खिड़की से दूर सरक गए. इंजन चल रहा था, हमें लग रहा था कि हमारी सीट के नीचे इंजन है. കാഞ്ച് ബഹുത് കം ബച്ചി थी. കാഞ്ച് മീൻസ് ഗ്ലാസ്. ഓക്കെ, സോ അതിൻ്റെ വിൻഡോ, ബസ്സിൻ്റെ വിൻഡോയിൽ ഗ്ലാസ് മീൻസ് കാഞ്ച് മീൻസ് ഗ്ലാസ് ഒത്തിരി കുറവേ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം പൊട്ടിപ്പോയി. ചില വിൻഡോയിലെ ഗ്ലാസ് ഉള്ളായിരുന്നു. സോ ജോ ബച്ചേ थे उनसे हमें बचना था. സോ ഇപ്പോഴും ഗ്ലാസ് ഉള്ള വിൻഡോസിൽ നിന്ന് റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ദൂരെ പോയി ഇരിക്കുമായിരുന്നു, ബിക്കോസ് അത് എപ്പോൾ വേണം അപ്പോൾ പൊട്ടാ അതിന്. ഹം ഫോറിൻ ഖിड़की ദൂർ സരക്കെ. സോ അവർ വിൻഡോയിൽ നിന്ന് കുറച്ച് മാറിയിരുന്നു. ഇഞ്ചൻ ചൽ रहा था, ഇഞ്ചൻ സ്റ്റാർട്ടായി. ഹമേ ലഗ് रहा था कि हमारी सीट के नीचे इंजन है. സോ ഇഞ്ചൻ സ്റ്റാർട്ടായി, ബട്ട് ആ ഇഞ്ചൻ ഇത്രയും ഓൾഡായിരുന്നു, ആ ബസ് ഇത്രയും ഓൾഡായിരുന്നു ദാറ്റ് എങ്ങനെ തോന്നി ദാറ്റ് സീറ്റിൻ്റെ അടിയിൽ തന്നെയാണ് ഇഞ്ചൻ. ഓക്കെ, बस सचमुच चल पड़ी और हमें लगा कि यह गांधी जी के असहयोग और सविनय अवज्ञा आंदोलन के वक्त अवश्य जवान रही होगी. സോ ദിസ് ഈസ് എ വെരി ഫണി ലൈൻ. സോ ആ ബസ് ഇത്രയും ഓൾഡായിരുന്നു ദാറ്റ് അതിലിരുന്ന് ബസ് സ്റ്റാർട്ടായി. ബസ് സച്മുച്ച് ചൽപ്പടി, ബസ് സ്റ്റാർട്ടായി, ബസ് ഓടാൻ തുടങ്ങി. ഓർ ഹമേ ലഗ. സോ അത് ഓടാൻ തുടങ്ങിയപ്പോൾ റൈറ്ററിൻ്റെ ഫ്രണ്ട്സിനും ഇങ്ങനെ ഫീലായി ദാറ്റ് ഗാന്ധിജിക്ക് അസഹयोग, ഗാന്ധിജിയുടെ 2 മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഓക്കെ, അത് നിങ്ങൾ ഐ തിങ്ക് SST സോഷ്യൽ സയൻസിൽ അത് നിങ്ങൾ പഠിക്കും. സോ ഈ 2 മൂവ്സ് ഉണ്ടായിരുന്നു ഗാന്ധിജീൻ്റെ സമയത്ത്. സോ ആ ബസ് ഇത്രയും ഓൾഡായിരുന്നു ദാറ്റ് റൈറ്ററിൻ്റെ ഫ്രണ്ട്സിനും തോന്നി ദാറ്റ് ആ 2 ഗാന്ധിജിയുടെ ആ കാലത്തെ മൂവ്മെൻറ്റ് നടന്ന സമയത്ത്, ഇത് ഓർത്ത് വെക്കണേ, അസഹयोग और सविनय अवज्ञा आंदोलन, ഈ 2 മൂവ്മെൻറ്റ് സമയത്തും മേ ബി ആ ബസ് യങ് ആയിരുന്നു. സോ ആ കാലത്ത് തൊട്ടേ നടന്നു വരുന്ന ബസ് ആകുന്ന പോലാണ് അവർക്കത് ഫീൽ ആയത്. उसे ट्रेनिंग मिल चुकी थी, हर हिस्सा दूसरे से असहयोग कर रहा था, पूरी बस सविनय अवज्ञा आंदोलन के दौर से गुजर रही थी. सीट का बॉडी से असहयोग चल रहा था. कभी लगता सीट बॉडी को छोड़कर आगे निकल गई है, कभी लगता कि सीट को छोड़कर बॉडी आगे भागी जा रही है. 8-10 मील चलने पर सारे भेदभाव मिट गए. यह समझ में नहीं आता था कि सीट पर हम बैठे हैं या सीट हम पर बैठी है. उसे ट्रेनिंग मिल चुकी थी, विच मीन्स दैट ആ ബസ്സിന് ഫുൾ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. ഹർ ഹിസ്സ ദൂസരെ സെ അസഹयोग कर रहा था മീൻസ് എല്ലാ പാട്ടും, ആ ബസ്സിൻ്റെ എല്ലാ പാട്ടും ഒരു പാട്ട് പോലും കൂടെ വർക്ക് ചെയ്യത്തില്ല, എല്ലാം വേറെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പൂരി ബസ് സവിനയ അവജ്ഞ ആന്തോലൻ കെ ദൗർ സെ ഗുസർ രഹി थी. ആ ഫുള്ള് ബസ് ഗാന്ധിജിയുടെ സവിനയ അവജ്ഞ മൂവ്മെൻ്റ് ഉണ്ടായിരുന്ന ആ ഒരു മൂവ്മെൻറ്റിനെ പോലായിരുന്നു ഓടുന്നത്. സീറ്റ് കാ ബോഡി സെ അസഹयोग ചൽ रहा था മീൻസ് സീറ്റും ബോഡിയും വേറെ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. മീൻസ് സീറ്റ് ബോഡിന്ന് ബസ്സിൻ്റെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ആയ പോലായിരുന്നു വർക്ക് ചെയ്യുന്നത്. കബി ലഗ്ത സീറ്റ് ബോഡി കോ ചോഡ്കർ ആകെ നിക്കൽ ഗയി ഹൈ. സോ സംടൈംസ് റൈറ്ററിന് ഫീൽ ആവുമായിരുന്നു ദാറ്റ് സീറ്റ് ബസ്സിൻ്റെ ബോഡിയിൽ നിന്ന് വേറെ ആയിട്ട് മുമ്പോട്ട് അങ്ങ് പോയി. കബി ലഗ്ത कि सीट को छोड़कर बॉडी आगे भागी जा रही है. सो समटाइम्स
അവർക്ക് തോന്നും ദാറ്റ് ഈ ബസ്സിൻ്റെ ബോഡി തന്നെ മുമ്പോട്ട് പോയി ആൻഡ് സീറ്റ് പുറകോട്ട് പോയി. 8-10 मील चलने पर सारे भेदभाव मिट गए. 8 to 10 മൈൽ ഓടി കഴിഞ്ഞപ്പം ആ ബസ് സെറ്റായി, അങ്ങ് സെറ്റായി അവർ. यह समझ में नहीं आता था कि सीट पर हम बैठे हैं या सीट हम पर बैठी है. 8 to 10 മൈൽസ് നടന്ന് ഓടിക്കഴിഞ്ഞപ്പം അവർക്ക് ഇത് മനസ്സിലായില്ല ദാറ്റ് നമ്മൾ സീറ്റിലിരിക്കുവാണോ അതോ സീറ്റ് നമ്മുടെ മേത്തിലിരിക്കുവാണോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇത് ഒത്തിരി ജോക്കായിട്ടാണ് റൈറ്റർ പറഞ്ഞേക്കുന്നത്. Now, एकाएक बस रुक गई. मालूम हुआ कि पेट्रोल की टंकी में छेद हो गया है. ड्राइवर ने बाल्टी में पेट्रोल निकालकर उसे बगल में रखा और नली डालकर इंजन में भेजने लगा. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏകായിക് മീൻസ് ഒറ്റയടിക്ക് ബസ് അങ്ങ് സ്റ്റോപ്പായി. മാലൂം ഹുവാ കി പെട്രോൾ കി ടങ്കി മേ ഛേദ് ഹോ ഗയാ ഹെ. എന്നിട്ട് അവർ നോക്കി ചെക്ക് ചെയ്തു എന്ത് പറ്റിയെന്ന്. സോ അവർക്ക് മനസ്സിലായി ദാറ്റ് പെട്രോൾ കി ടങ്കി മീൻസ് പെട്രോളിൻ്റെ ടാങ്കില്ലേ അതിൽ ഛേദ് ഹോ ഗയാ ഹെ മീൻസ് അതിൽ കിഴുത്ത പോലെ ഒരു സംഭവം ഉണ്ടായി. ഡ്രൈവർ ने बाल्टी में पेट्रोल निकाल कर എന്നിട്ട് ഡ്രൈവർ എന്ത് ചെയ്തു ഒരു ബക്കറ്റ് എടുത്തു ബാल्टी മീൻസ് ബക്കറ്റ് എടുത്തു. ആ ബക്കറ്റിൽ പെട്രോൾ നിക്കാൽ കർ ആ ബക്കറ്റിൽ പെട്രോൾ ഒഴിച്ചു. ഉസേ ബഗൽ മേ രഖ എന്നിട്ട് അത് സൈഡിൽ വെച്ചു. और नली डालकर इंजन में भेजने लगा. എന്നിട്ടൊരു പൈപ്പ് പോലത്തെ സംഭവം ഇട്ടിട്ട് അത് എഞ്ചിനിലോട്ട് വിടാൻ തുടങ്ങി. ഓക്കെ, अब मैं उम्मीद कर रहा था कि थोड़ी देर बाद बस कंपनी के हिस्सेदार इंजन को निकाल कर गोद में रख लेंगे और उसे नली से पेट्रोल पिलाएंगे जैसे माँ बच्चे को मुंह में दूध की शीशी लगाती है. സോ ദിസ് ഈസ് ഓൾസോ എ വെരി ഫണി ലൈൻ. ഇതിൽ പറഞ്ഞേക്കുന്നത് അമ്മ ഉമീദ് കർ രഹാ था. സോ ഇപ്പോൾ റൈറ്റർ ഈ സ്റ്റേജിൽ എത്തിയിട്ട് റൈറ്ററിന് തോന്നി ദാറ്റ് ഈ थोड़ी देर बाद കുറച്ച് നേരം കഴിയുമ്പം ബസ് കമ്പനി കാ ഹിസ്സേദാർ എഞ്ചിൻ കോ നിക്കാൽ കർ ഗോദ് മേ രഖ് ലേംഗെ. സോ കുറച്ച് നേരം ഇത്രയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ റൈറ്ററിന് തോന്നി ദാറ്റ് കുറച്ച് നേരം കഴിയുമ്പം ആ ബസ് കമ്പനിയുടെ വർക്കർ ആ ബസ്സിലുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് കണ്ടായിരുന്നു. സോ ആ ബസ് കമ്പനിയുടെ വർക്കർ തന്നെ എഞ്ചിൻ എടുത്ത് മടിയിൽ വെക്കും, പുള്ളിക്കാരൻ്റെ മടിയിൽ വെച്ചിട്ട് और उसे नली से पेट्रोल पिलाएंगे. എന്നിട്ട് പൈപ്പും കൊണ്ട് അതിനെ പെട്രോൾ ഇടിപ്പിക്കും. എഞ്ചിൻ മടിയിൽ വെച്ചിട്ട് പൈപ്പും കൊണ്ട് അതിനെ പെട്രോൾ കൊടുക്കും. ജैसे माँ बच्चे के मुंह में दूध की शीशी लगाती है. ആസ് ഇഫ് അമ്മ കൊച്ചിൻ്റെ വായിലോട്ട് പാലിൻ്റെ ബോട്ടിൽ വെച്ച് കൊടുക്കത്തില്ലേ, അങ്ങനെ ബസ് കമ്പനിയുടെ വർക്കർ മടിയിൽ എഞ്ചിൻ വെച്ചിട്ട് പൈപ്പ് എഞ്ചിനിലോട്ട് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ട് അതിന് പാല് കൊടുക്കുന്ന പോലെ പെട്രോൾ കൊടുക്കും. അങ്ങനെയാണ് റൈറ്ററിന് ഫീൽ ആയത് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. बस की रफ्तार अब 15-20 मील हो गई थी. मुझे उसके किसी हिस्से पर भरोसा नहीं था. സോ ഇപ്പം ബസ്സിൻ്റെ സ്പീഡ് എത്രയായി 15-20 मील മീൻസ് 15-20 ആയിരുന്നു ബസ്സിൻ്റെ സ്പീഡ്. മുझे उसके किसी हिस्से पर भरोसा नहीं था വിച്ച് മീൻസ് उसके किसी हिस्से മീൻസ് ബസ്സിൻ്റെ ഒരു പാർട്ടിൽ പോലും റൈറ്ററിന് ഒരു ട്രസ്റ്റും ഇല്ലായിരുന്നു. എപ്പോൾ വേണോ എന്ത് വേണോ അത് കേടാവും, അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നേ. ब्रेक फेल हो सकता है, स्टीयरिंग टूट सकता है. प्रकृति के दृश्य बहुत लुभावनी थे. സോ ഇത്രയും ബാഡ് കണ്ടീഷൻ ആയിരുന്നു ആ ബസ്സിൻ്റെ ദാറ്റ് ബ്രേക്ക് എപ്പോൾ വേണം അപ്പോൾ ഫെയിൽ ആകുമായിരുന്നു. സ്റ്റിയറിംഗ് ടൂട്ട് സക്ത ഹെ മീൻസ് സ്റ്റിയറിംഗ് എപ്പോൾ വേണം അപ്പം ബ്രേക്ക് പൊട്ടിപ്പോകാൻ ചാൻസസ് ഉണ്ട്. സ്റ്റിയറിംഗ് അത്രയും ബാഡ് കണ്ടീഷൻ ആയിരുന്നു. പ്രകൃതി के दृश्य बहुत लुभावनी थे. പ്രകൃതി മീൻസ് നേച്ചർ, ദൃശ്യ बहुत लुभावनी थे മീൻസ് നേച്ചറിൻ്റെ ആ സീൻ മീൻസ് ബസ്സിൽ നിന്ന് പോകുമ്പം നേച്ചറിൻ്റെ ആ സീനറി കുറേ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലുഭാവനി മീൻസ് മനസ്സ് മോഹിപ്പിക്കുന്ന, ലുഭാവനി മീൻസ് മനസ്സ് മോഹിപ്പിക്കുന്ന, ബ്യൂട്ടിഫുൾ ആയിരുന്നു ഒത്തിരി. ഓക്കെ, दोनों तरफ हरे भरे पेड़ थे जिन पर पक्षी बैठे थे. രണ്ട് സൈഡും ബസ്സിൻ്റെ രണ്ട് സൈഡിലും ഹരേ ഭരേ പേട് थे. ഹരേ ഭരേ മീൻസ് ഗ്രീൻ ട്രീസ് ഉണ്ടായിരുന്നു ആൻഡ് അതിൽ പക്ഷികൾ ഇരിപ്പുണ്ടായിരുന്നു, ബേർഡ്സ് ഇരിപ്പുണ്ടായിരുന്നു. मैं हर पेड़ को अपना दुश्मन समझ रहा था. जो भी पेड़ आता डर लगता कि इससे बस टकराएगी. वह निकल जाता तो दूसरे पेड़ का इंतज़ार करता. झील दिखती तो सोचता कि इसमें बस गोता लगा जाएगी. സോ मैं हर पेड़ को अपना दुश्मन समझ रहा था विच മീൻസ് ദാറ്റ് എല്ലാ ട്രീയും ലൈക്ക് സൈഡിലൊക്കെ ട്രീ ആയിരുന്നു, ബട്ട് എല്ലാ ട്രീയും ഈ സമയത്ത് റൈറ്ററിൻ്റെ എനിമി ആയിരുന്നു. അതെന്താ അങ്ങനെ? ഇറ്റ്സ് ബിക്കോസ് ജോ ബി പേട് ആത്ത ഡർ ലഗ്താ കി ഇസ്സെ ബസ് ടക്കറായെഗി. വിച്ച് മീൻസ് ദാറ്റ് ഏത് ട്രീ വന്നാലും റൈറ്ററിനൊരു പേടിയായിരുന്നു ദാറ്റ് ഈ ട്രീയും കൊണ്ട് ബസ് എന്ത് ചെയ്യും, ക്രാഷ് ആക്കും. അങ്ങനെ ഓക്കെ, ആ ട്രീയിൽ ബസ് പോയി ഇടിക്കും. അങ്ങനെ ആയിരുന്നു റൈറ്ററിന് ഫീൽ ആണ്. ദാറ്റ്സ് വൈ എല്ലാ ട്രീയും ബസ്സിന് വേണ്ടി റൈറ്ററിന് വേണ്ടി ഒരു എനിമി ആയിരുന്നു. വഹ് നിക്കൽ ജാത്ത तो दूसरे पेड़ का इंतजार करता. ഒരു ട്രീ പോകുമ്പോൾ അടുത്ത ട്രീ വരും. അങ്ങനെ झील दिखती तो सोचता कि इससे बस ഗോത്ത ലഗാലേഗി. ഗോത്ത മീൻസ് മുങ്ങിപ്പോവും. സോ ഏതെങ്കിലും ഒരു പോണ്ടോ റിവറോ എന്തെങ്കിലും കാണുമ്പോൾ റൈറ്ററിന് തോന്നും ദാറ്റ് ഈ പോണ്ടിലോ റിവറിലോ ഈ വെള്ളത്തിൽ ഈ ബസ് മുങ്ങിപ്പോകും. അങ്ങനെ एक फिर बस रुकी. ड्राइवर ने तरह तरह की तरकीबें की पर वह चली नहीं. എന്നിട്ട് പിന്നെയും ബസ് ഏകാएक फिर बस रुकी മീൻസ് പിന്നെയും ബസ് ഒറ്റയടിക്ക് സ്റ്റോപ്പായി. ഡ്രൈവറിനെ ഡ്രൈവർ കുറേ ട്രിക്സ് ഒക്കെ ചെയ്തു, ബട്ട് ഒന്നും വർക്കായില്ല. सविनय अवज्ञा आंदोलन शुरू हो गया था. कंपनी के हिस्सेदार कह रहे थे बस तो फर्स्ट क्लास है जी, यह तो इत्तेफाक की बात है.
പിന്നെയും സവിനय അവജ്ഞ ആന്തോളൻ സ്റ്റാർട്ടായി. കമ്പനിക്ക് ഹിസ്സേദാർ കह रहे थे. സോ അതിൽ കമ്പനിയുടെ വർക്കേഴ്സും ഉണ്ടായിരുന്നു, ആ ബസ്സിൻ്റെ കമ്പനിയുടെ വർക്കേഴ്സും ഉണ്ടായിരുന്നു. സോ അവർ പറഞ്ഞു ബസ് तो ഫസ്റ്റ് ക്ലാസ് है जी, വിച്ച് മീൻസ് ബസ് ഫസ്റ്റ് ക്ലാസ് ബസ്സാണിത്. യാ तो इत्तेफाक की बात है, ഇത് ഫസ്റ്റ് ക്ലാസ് ബസ്സാണ്, ഇത് നിന്ന് പോയി എന്നുള്ളത് ഒരു വലിയ സ്ട്രേഞ്ച് തിങ് ആണ്. ദാറ്റ് വളരെ വിചിർഗമാണ് ദാറ്റ് ഈ ബസ് നിന്ന് പോയി, ബിക്കോസ് ദിസ് ബസ് ഇസ് ഫസ്റ്റ് ക്ലാസ് എന്നാണ് പറഞ്ഞത്. क्षीण चांदनी में वृक्षों की छाया के नीचे बस बड़ी दयनीय लग रही थी, लगता जैसे कोई वृद्धा थककर बैठ गई हो. हमें ग्लनी हो रही थी कि बेचारी पर लदकर हम चले आ रहे हैं. अगर इसका प्राणांत हो गया तो इस बियाबान में हमें इसकी अंत्योष्टि करनी पड़ेगी. ഷീൻ ചാന്ദിനി മീൻസ് അവിടെ ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു, മരങ്ങളുടെ ആ നിഴലിൽ മീ വൃക്ഷോ കി ഛായ കെ ബീച്ച് ബസ് ബഡി ദയനീയ ലഗ് രഹി ഥി. മീൻസ് ആ ട്രീസിൻ്റെ നിഴലിൽ ആ ബസ് ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഒരു സാഡ് ആയിട്ടുള്ള ഒരു സീനായിരുന്നത്. ലഗ്ത ജैसे कोई വൃദ്ധ തക്കർ बैठ गई. വൃദ്ധ മീൻസ് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നത് ഏതോ ഒരു ഓൾഡ് പേഴ്സൺ അവിടെ ടയേർഡായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. ഹമേ ഗ്ലനി ഹോ റഹി ഥി. ഗ്ലനി മീൻസ് അവർക്ക് ഒത്തിരി ബേർഡൻ ആയിട്ട് തോന്നുമായിരുന്നു ദാറ്റ് ഇത്രയും ഒരു പഴയ ബസ്സിൽ അവർ ട്രാവൽ ചെയ്തു, ആ ബസ്സിന് കുറച്ചുകൂടെ ബേർഡൻ കൂട്ടിക്കൊടുത്തു. അഗർ ഇസ്ക പ്രണാന്ത് മീൻസ് ആ ബസ് എൻഡ് ആയെങ്കിൽ, മീൻസ് ആ ബസ്സിൻ്റെ ഡെത്ത് ആയെങ്കിൽ ഇനിയും അതിനെ ഒന്ന് മീൻസ് ഡെത്ത് ആയി കഴിയുമ്പം നമ്മൾ സിമെട്രിയിൽ എവിടെ കുഴിച്ചിടും ആ ബസ്സിനെ. മീൻസ് ആ ബസ്സിൻ്റെ ഡെത്ത് മീൻസ് ലാസ്റ്റ് ഇതിനി ഓടിയില്ലെങ്കിൽ ആ ബസ്സിനെ ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലേസിൽ എവിടെ കുഴിച്ചിടുമെന്നാണ് റൈറ്ററും റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ഓർത്തത്. ഓക്കെ, സോ ദിസ് ഇസ് ദ ലാസ്റ്റ് പേജ്. हिस्सेदार साहब ने इंजन खोला और कुछ सुधारा, बस आगे चली, उसकी चाल और कम हो गई थी. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് ആ കമ്പനിയുടെ ഒരു വർക്കർ ഇല്ലായിരുന്നു ആ ബസ്സിൽ. സോ ഹീസ് നോൺ എസ് ഹിസ്സേദാർ സാഹബ്. ആ മനുഷ്യനെ ഹിസ്സേദാർ സാഹബ് എന്നാണ് ഇതിൽ അഡ്രസ്സ് ചെയ്തേക്കുന്നത്. ഹിസ്സേദാർ സാഹബിനെ ഇഞ്ചൻ ഖോല, ആ ഹിസ്സേദാർ സാഹബ് ഇഞ്ചൻ തുറന്നു, ഓർ കുച്ച് സുധാര, എന്നിട്ട് അതിൽ എന്തൊക്കെയോ ശരിയാക്കി. ബസ് ആകെ ചലി, ബസ് പിന്നെ ഓടാൻ തുടങ്ങി. ഉസ്കി ചാൽ ഓർ കം ഹോ ഗയി, വിച്ച് മീൻസ് ദാറ്റ് ഇനി ആ ബസ് ഓടാൻ തുടങ്ങിയപ്പം ആ ബസ്സിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ കുറഞ്ഞു. ഓക്കെ, धीरे धीरे वृद्धा की आंखों की ज्योति जाने लगी. चांदनी में रास्ता टटोलकर वह रेंग रही थी. आगे या पीछे से कोई गाड़ी आती दिखती तो वह एकदम किनारे खड़ी हो जाती और कहती, निकल जाओ बेटी, अपनी तो वह उम्र ही नहीं रही. സോ ഇപ്പോൾ രാത്രിയായി, ബസ് ഓടി ഓടി ഇപ്പോൾ രാത്രി ഈവനിങ് സമയം, ഇപ്പോൾ ഇച്ചിരി നൈറ്റ് ഡാർക്ക് ആയ പോലത്തെ ഒരു സമയമായിരുന്നു. സോ ധീരെ ധീരെ വൃദ്ധാക്കി ആംഖോ കി ജ്യോതി. ആംഖോ കി ജ്യോതി മീൻസ് നമ്മുടെ കണ്ണിൽ ലൈറ്റ് അടിക്കുമ്പോൾ ഹൗ ഇസ് ഇറ്റ്, ഇറ്റ്സ് ജ്യോതി അടിക്കുന്ന പോലല്ലേ. സോ എക്സാക്ട്ലി ദ സെയിം വേ ഒരു വണ്ടിയുടെ ജ്യോതി എന്തുവാ, അതിൻ്റെ ഹെഡ്ലൈറ്റ്സ്, റൈറ്റ്. സോ ആ ബസ്സിൻ്റെ ഹെഡ്ലൈറ്റ്സ് മീൻസ് ആംഖോ കി ജ്യോതി, കണ്ണിൻ്റെ കാഴ്ച മീൻസ് ആംഖോ കി ജ്യോതി ഹെഡ്ലൈറ്റ്സ്. ഓക്കെ, ആംഖോ കി ജ്യോതിയുടെ മീനിങ് ആണ് ഹെഡ്ലൈറ്റ്. ഓക്കെ, സോ ധീരെ ധീരെ വൃദ്ധാക്കി ആംഖോ കി ജ്യോതി ജാനെ ലഗി, വിച്ച് മീൻസ് ആ ഹെഡ്ലൈറ്റ്സിൻ്റെ പവർ കുറഞ്ഞു വന്നു. ഓക്കെ, चांदनी में रास्ता टटोल कर वह रेंग रही थी. चांदनी में रास्ता टटोल कर മീൻസ് ചാന്ദിനി മീൻസ് ചന്ദ്രൻ്റെ ആ ലൈറ്റും കൊണ്ട് മാത്രമായിരുന്നു ഇപ്പോൾ ആ ബസ് ഓടിക്കൊണ്ടിരുന്നത്. ആൻഡ് അതിൻ്റെ സ്പീഡ് ഒത്തിരി കുറവായിരുന്നു. ദാറ്റ് ഇങ്ങനെ തോന്നുമായിരുന്നു ദാറ്റ് പാമ്പ് ഇങ്ങനെ എഴഞ്ഞു പോകത്തില്ല, അത്രയും സ്പീഡിൽ ഇങ്ങനെ എഴഞ്ഞു പോകുമായിരുന്നു ആ ബസ്. സോ ചാന്ദിനി മേ രാസ്ത ടട്ടോൽന മീൻസ് മൂൺ ലൈറ്റിൽ മാത്രം ഈ വഴി ഇങ്ങനെ തപ്പി ഓടത്തില്ലേ വണ്ടികൾ, അങ്ങനെയായിരുന്നു ഇപ്പോൾ ആ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ആകെ ആ പീछे से कोई गाड़ी आती दिखती तो वह एकदम किनारे खड़ी हो जाती, വിച്ച് മീൻസ് ആ ബസ്സിൻ്റെ മുമ്പിലോ പുറകിലോ ഏതെങ്കിലും വണ്ടി വന്നാൽ ആ ബസ് സൈഡിൽ അങ്ങ് നിൽക്കും. ഓക്കെ, ഡ്രൈവർ അതിനെ സൈഡിൽ അങ്ങ് നിർത്തും. സോ ദാറ്റ് ബസ് ഒരു വണ്ടിക്കും പ്രോബ്ലം ഫേസ് ചെയ്യേണ്ട, സോ ദാറ്റ് ട്രാഫിക് ഒന്നും വരാതെ എല്ലാ വണ്ടിയും മുമ്പോട്ട് പൊയ്ക്കോട്ടെ എന്നോർത്ത് ആ ബസ്സിനെ ഡ്രൈവർ സൈഡിൽ അങ്ങ് നിർത്തുമായിരുന്നു, മുമ്പിലോ പുറകിലോ ഏതെങ്കിലും വണ്ടി പറഞ്ഞാൽ. ആൻഡ് ആ ബസ് പറയും. സോ ബസ്സിനൊരു ജീവനുള്ള പോലെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ബസ്സിന് ഓൾഡ് ഒരു അമ്മച്ചി ആയ പോലത്തെ രൂപവും കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതെന്തോ പറയുന്ന പോലെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് റിട്ടൻ ദാറ്റ് നിക്കൽ ജാओ ബേട്ടി, വിച്ച് മീൻസ് ദാറ്റ് ഏതെങ്കിലും വണ്ടി ഫുൾ സ്പീഡിൽ പുറകിൽ നിന്ന് വന്നാൽ ബസ് പറയുന്നത് നീ പൊയ്ക്കോ മോളെ, മുമ്പോട്ട് പൊയ്ക്കോ. അപ്നി തോ വഹ ഉമ്ര ഹി നെഹി രഹി, വിച്ച് മീൻസ് എൻ്റെ ആ പ്രായമൊക്കെ കഴിഞ്ഞു, റേസൊക്കെ അടിക്കാനുള്ള എൻ്റെ പ്രായം കഴിഞ്ഞു, നീ മുമ്പോട്ട് പൊയ്ക്കോ എന്ന് പറയാം ആ ബസ്. एक पुलिया के ऊपर पहुँचे ही थे कि एक टायर फिस करके बैठ गया. वह बहुत ज़ोर से हिलकर थम गई. अगर स्पीड में होती तो उछलकर नाले में गिर जाती. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. वह टायरों की हालत जानते हैं, फिर भी जान हथेली पर लेकर इसी बस से सफ़र कर रहे हैं.
സോ പുലിയ മീൻസ് ഒരു സ്മോൾ ബ്രിഡ്ജ്. ഓക്കെ, വലിയ ബ്രിഡ്ജ് അല്ല, സ്മോൾ ഡ്രെയിൻസിൻ്റെ ഒക്കെ മേളിൽ കുഞ്ഞു കുഞ്ഞ് ഓടകളുടെ മേളിലൊക്കെ കുഞ്ഞു ബ്രിഡ്ജൊക്കെ ഇല്ല, ജസ്റ്റ് ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനും 2-3 വണ്ടികൾക്ക് പോകാനും അങ്ങനത്തെ ബ്രിഡ്ജസ്, കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജസിന് പറയുന്ന പുലിയ. സോ एक पुलिया के ऊपर पहुंचे ही थे. ആ പുലിയ, ഒരു പുലിയൻ്റെ മേലിൽ, ഒരു ബ്രിഡ്ജിൻ്റെ മേലിൽ അവരെത്തിയതേ ഉള്ളായിരുന്നു ആ ബസ്. ദാറ്റ് ആ ബസ്സിൻ്റെ ഒരു ടയർ, ഏക് ടയർ ഫിസ് करके बैठ गया, മീൻസ് ഒരു ടയറിൻ്റെ ഫുള്ള് കാറ്റ് പോയി, അതങ്ങ് നിന്നുപോയി. ഓക്കെ, वह बहुत जोर से हिलकर थम गया, मीन्स आ टायर अंग उत्तरी कुलुंगी एंड देन अंग निन्नु. अगर स्पीड में होती तो उछल कर नाले में गिर जाती, विच मीन्स दैट ബസ്സിൻ്റെ സ്പീഡ് കൂടുതലായിരുന്നെങ്കിൽ ആ ടയർ ആടി ജമ്പ് ചെയ്ത് അവരൊരു ഓടയ്ക്കകത്ത് വീണ് പോയനെ. അത്രയും ഒരു ശക്തിയോടെയാണ് ആ ടയർ പൊട്ടിയത്, മീൻസ് അതിൻ്റെ കാറ്റ് പോയത്. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा, मीन्स ആ കമ്പനിയുടെ വർക്കറും ആ ബസ്സിലുണ്ടായിരുന്നു. കമ്പനി കാ ഹിസ്സേദാർ മീൻസ് കമ്പനിയുടെ വർക്കർ, ആ ബസ്സിൻ്റെ കമ്പനിയുടെ വർക്കർ. ഓക്കെ, സോ ആ കമ്പനിയുടെ വർക്കറും ആ ബസ്സിലുണ്ടായിരുന്നു. സോ റൈറ്ററിൻ്റെ ഫ്രണ്ട്സും ഫസ്റ്റ് ടൈം ആ വർക്കറിനെ ഒന്ന് ശ്രദ്ധയോടെ നോക്കി. ഓക്കെ, അതെന്താ അങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ റൈറ്റർ ഇങ്ങനെ ഓർക്കുമായിരുന്നു നോക്കിക്കൊണ്ട് ദാറ്റ് ആ വർക്കറിന് ആ ബസ്സിൻ്റെ ടയറിൻ്റെ ഒക്കെ കണ്ടീഷൻ അറിയാം, എന്നിട്ടും ജാൻ ഹത്തേലി പി റക്കെ, വിച്ച് മീൻസ് ദാറ്റ് കയ്യിൽ ജീവൻ വെച്ച്, ഇറ്റ്സ് എ മെറ്റഫോർ. ഓക്കെ, ഒരു മുഹാവര പറയത്തില്ല, അങ്ങനെയാണിത്. ജാൻ ഹത്തേലി പി റക്കെ മീൻസ് ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്ന പോലെ ആ ബസ്സിൽ നിന്ന് തന്നെ ട്രാവൽ ചെയ്ത ആ വർക്കർ. ഓക്കെ, उत्सर्ग की ऐसी भावना दुर्लभ है, सोचा इस आदमी सोचा इस आदमी के साहस और बलिदान भावना को सही उपयोग नहीं हो रहा है, इसे तो किसी क्रांतिकारी आंदोलन का नेता होना चाहिए. अगर बस नाले में गिर पड़ती और हम सब मर जाते तो देवता बाहें पसारे उसका इंतज़ार करते, कहते वह महान आदमी आ रहा है जिसने एक टायर के लिए प्राण दे दिए, मर गया पर टायर नहीं बदला. उत्सर्ग मीन्स त्याग മനസ്സ്. ഓക്കെ, ത്യാഗ മനസ്സ്. സോ ഉത്സർഗ് की ऐसी भावना दुर्लभ है, മീൻസ് ഇങ്ങനെ ഒരു ത്യാഗ മനസ്സുള്ള ആളെ കിട്ടാൻ ഭയങ്കര പാടാണ്. सोचा उस आदमी का साहस और बलिदान भावना का सही उपयोग नहीं हो रहा. സോ റൈറ്റർ ഓർത്തു ഇങ്ങനത്തെ ഒരു ത്യാഗ മനസ്സുള്ള വ്യക്തി ഇവിടെ ഈ മനസ്സുകൊണ്ട് വന്നിട്ട് ഒരു കാര്യവും ഇല്ലായിരുന്നു. ഇങ്ങനത്തെ ത്യാഗ മനസ്സുള്ള ആൾക്കാരൊക്കെ ക്രാന്തികാരി ആന്തോളൻ, ഇവിടെ എഴുതിയിട്ടുണ്ട് ക്രാന്തികാരി ആന്തോളൻ എന്നായിരുന്നു ആവശ്യം. മീൻസ് ക്രാന്തികാരി ആന്തോളൻ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇൻ ഇന്ത്യ. നമുക്ക് ഫ്രീഡം ഒക്കെ ഇല്ലായിരുന്ന സമയത്ത് ഫ്രീഡം കിട്ടാൻ വേണ്ടി ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേരാണ് ക്രാന്തികാരി ആന്തോളൻ, മീൻസ് റിവോല്യൂഷണറി മൂവ്മെൻറ്റ്. സോ അപ്പോൾ ഒക്കെ ഈ ത്യാഗമനസ്സുള്ള ആൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു. ഇവിടെ ഒക്കെ ഇതും കൊണ്ട് വന്നിട്ട് എന്ത് കാര്യം ഈ ബസ്സിൽ. अगर बस नाले में गिर पड़ती तो हम सब मर जाते, तो देवता बाहें पसारे इसका इंतज़ार करते. സോ ഈ ബസ് നാലയ്ക്കകത്ത് വല്ലതും പോയി വീണിരുന്നെങ്കിൽ നമ്മളൊക്കെ മരിച്ചു പോയേനെ, ആൻഡ് ദേവത ഈ ആളുടെ വെയിറ്റ് ചെയ്തേനെ. ഓക്കെ, लाइक ओपन आर्म्स കൊണ്ട് വെയിറ്റ് ചെയ്തേനെ. कहते वह महान आदमी आ रहा है जिसने एक टायर के लिए प्राण दे दी. സോ ദേവത പറഞ്ഞേനെ മരിച്ചു കഴിഞ്ഞിട്ട് ആ മഹാൻ മനുഷ്യൻ വരിക, ഹൂ ഗേവ് ഹിസ് ലൈഫ് ഫോർ എ ടയർ, വിച്ച് മീൻസ് ദാറ്റ് ഒരു ടയറിന് വേണ്ടി പ്രാണം ത്യാഗം ചെയ്ത് ഒരാൾ വരുന്നുണ്ട്. മരിക पर टायर नहीं बदला, വിച്ച് മീൻസ് ദാറ്റ് ആ വർക്കർ മരിച്ചു, പക്ഷേ ടയർ ചേഞ്ച് ചെയ്യാൻ ആ മനുഷ്യന് സമയം കിട്ടിയില്ല. സോ ഇങ്ങനെ ജോക്ക് ഫണ്ണി ആയിട്ട് റൈറ്റർ പറഞ്ഞതാണ്. दूसरा घिसा टायर लगाकर बस फिर चली. अब हमने वक्त पर पन्ना पहुंचने की उम्मीद छोड़ दी थी. पन्ना कभी भी पहुंचने की उम्मीद छोड़ दी थी. पन्ना क्या, कभी भी पहुंचने की उम्मीद छोड़ दी थी. लगता था ज़िंदगी इसी बस में गुजरनी है और इससे सीधे उस लोक को प्रयाण कर जाना है. इस पृथ्वी पर उसकी कोई मंजिल नहीं है. हमारी बेताबी तनाव खत्म हो गए. हम बड़े इत्मीनान से घर की तरह बैठ गए. चिंता जाती रही, हंसी मजाक चालू हो गया. സോ അവർ വേറെ ഒരു ടയർ ഫിക്സ് ചെയ്തു, പിന്നെയും ബസ് ഓടാൻ തുടങ്ങി. അപ്പം हमने वक्त पर पन्ना पहुंचने की उम्मीद. സോ ഇപ്പം ഈ കണ്ടീഷനിൽ അവർ പന്ന എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുക എന്നുള്ള ഒരു ഹോപ്പ് വിട്ടായിരുന്നു. ഓക്കെ, പന്ന കബി ബി പहुंचने की उम्मीद छोड़ दी, മീൻസ് പന്ന എന്നേലും എത്തുമെന്ന് പോലത്തെ ഒരു ഹോപ്പ് അവർ വിട്ടായിരുന്നു. പന്ന ക്യാ കഹി ബി കബി ബി पहुंचने की, ഈ കണ്ടീഷനിൽ അവർ എവിടെയും പന്ന വിട്ട് എവിടെ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ, ഹോപ്പ് അവർ വിട്ടായിരുന്നു. ഓക്കെ, लगता था ज़िंदगी इसी बस में गुजरनी है. അവർക്ക് തോന്നുമായിരുന്നു ഈ കണ്ടീഷനിൽ ഈ ബസ്സിൽ തന്നെ അവരുടെ ലൈഫ് കഴിയും. സോ അങ്ങനെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അവർ ഓർത്തു ദാറ്റ് ഇനി ഈ ബസ്സിൽ തന്നെ അവരുടെ ജീവിതം കഴിയും, ആൻഡ് ദെൻ ഇവിടുന്ന് നേരെ ആ ലോകത്തേക്ക് പോകണം. ലൈക്ക് ആ ബസ്സിൽ തന്നെ ജീവിതം കഴിയും മീൻസ് അവിടെ തന്നെ അവർ ജീവിച്ച് അവിടെ തന്നെ ഡെത്ത് ആവും. എന്നിട്ട് ആ ലോകത്തേക്ക് പോകണം ടിക്കറ്റ് അങ്ങോട്ട് പോകാൻ ടിക്കറ്റ് വേണത്. സോ പ്രയാൺ മീൻസ് ടിക്കറ്റ് ഇല്ലാതെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്താൽ നമ്മളതിന് പ്രയാൺ എന്നാണ് പറയുന്നത്. സോ ആ ലോകത്തേക്ക് പ്രയാൺ ചെയ്തങ്ങ് പോകണം. ഈ പൃഥ്വി പർ ഉസ്കി കോയി മഞ്ജിൽ നഹീ ഹെ, മീൻസ് ആ ബസ് ഇനി ഈ ലോകത്ത് എവിടെ എത്തുമെന്ന് നമുക്ക്
ഒരു ഹോപ്പ് വേണ്ട. കോയി മഞ്ചിൽ നിയ മീൻസ് ആ ബസ്സിന് ഒരു ഡെസ്റ്റിനേഷനും ഇല്ല, അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഹമാരി ബേതാബി തനാവ് ഖത്മ ഹോ ഗയേ, ഞങ്ങളുടെ എല്ലാ കഷ്ടവും ദുഃഖവും സ്ട്രെസ്സും എല്ലാം കഴിഞ്ഞു. ഹം ബഡേ ഇത്മിനാൻ സെ ഘർ കി തറഹ് ബൈഠ് ഗയേ. സോ അവരിപ്പോൾ വീട്ടിലെത്തിയ പോലെ തന്നെ ആ ബസ്സിൽ അങ്ങ് ഇരിക്കുമായിരുന്നു. ബിക്കോസ് അവരോർക്ക് എവിടെ എത്തത്തില്ല, ഇനി ഇതിൽ തന്നെയാണ് നമ്മുടെ ജീവിതം. ചിന്ത ജാത്തി രഹി, ഹസി മസാഖ് ചാലു ഹോ ഗയാ, ചിന്തയെല്ലാം തീർന്നു തുടങ്ങി ആൻഡ് അവർ ജോക്കൊക്കെ ചെയ്ത് ചിരിക്കാനും തുടങ്ങി. സോ ദിസ് സ്റ്റോറി വാസ് റിട്ടൺ ബൈ ഹരിശങ്കർ പെർസായി. ഓക്കെ, ഹരിശങ്കർ പെർസായി ആണ് ഈ സ്റ്റോറി എഴുതിയത്. സോ റിമെമ്പർ ഹിസ് നെയിം. ആൻഡ് ഓൾസോ ഇങ്ങനെ ഈ ബസ് കി യാത്ര കഴിഞ്ഞു. That's it for today's video. I hope you all understood. Thank you so much for watching. Yeah, and don't forget to like, share and subscribe. Thank you.